ഒത്തിരി കഥകൾ കൊണ്ട് പണ്ട് മുതലേ ഫാസിനേഷനായി മാറിയ ഒരു രാജ്യമാണ് ഈജിപ്റ്റ്. ഈജിപ്തിലെ തലസ്ഥാനമായ കൈറോയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര. വെൽക്കം ടു അവർ ചാനൽ മൂവിങ് പോസ്റ്റ് കാർഡ്സ്. നമ്മൾ ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഐറ്റിനറി പ്രിപ്പറേഷൻ എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈജിപ്തിലെ ഇത് നമ്മൾ കൺഫേം ആക്കിയപ്പോൾ തന്നെ നമ്മൾ ട്രാവൽ വ്ളോഗ്സും അതിനെ പറ്റി പഠിക്കാനും എല്ലാം തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. സോ പിള്ളേരും കൊണ്ടുള്ളൊരു ട്രാവൽ ആയതുകൊണ്ട് ആദ്യം കുറച്ച് ഹെസിസ്റ്റൻ്റ് ആയിരുന്നെങ്കിലും പിന്നെ വി തോട്ട് വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. സോ ഹിയർ വി ആർ documenting our travel to Cairo as a family of 4. നാട്ടിലുള്ളവർക്ക് എത്രമാത്രം അറിയുമെന്നറിയില്ല. ഇപ്പോൾ ദുബായിൽ നിന്നാണെങ്കിൽ നമുക്ക് വിസെയറുണ്ട്. വിസെയർ ദുബായ് ടു ഈജിപ്റ്റ് നമുക്ക് ഏറ്റവും ലോ ആയിട്ട് 2500 റുപ്പീസ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റൊക്കെ കിട്ടാറുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് സ്കൈ സ്കാനർ. നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവണം. ഏകദേശം നമുക്ക് ട്രാവൽ പ്ലാൻ ചെയ്യുന്ന ഡേറ്റും കൂടെ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് 3 കളേഴ്സിൽ തന്നെ കാണാൻ പറ്റും: ഗ്രീൻ, യെല്ലോ, റെഡ്. അതിനകത്ത് ഗ്രീൻ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ലോവസ്റ്റ്, യെല്ലോ കുറച്ചും കൂടെ കൂടിയ റേറ്റ് ആയിരിക്കും, റെഡ് ആയിരിക്കും ഏറ്റവും ഹൈക്കിൽ നിൽക്കുന്ന ഡേറ്റ്സ് ആയിരിക്കും ഈ റെഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണിക്കുന്നത്. സോ നമുക്ക് പൊതുവേ ഫിക്സ്ഡ് ആയിട്ടുള്ള ട്രാവൽ ഡേറ്റ്സ് ഉണ്ടാകാറില്ല. നമ്മൾ ലോവസ്റ്റ് പ്രൈസ് നോക്കിയിട്ടാണ് നമ്മൾ ട്രാവൽ ഡേറ്റ്സ് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇവർ നമുക്ക് ഫിൽറ്റർ ചെയ്ത് എല്ലാ ഓപ്ഷൻസും, ഫ്ലൈറ്റിൻ്റെ എല്ലാ ഓപ്ഷൻസും തരും. ബെസ്റ്റ് ഓപ്ഷൻ കിട്ടും, ചീപ്പസ്റ്റ് കിട്ടും, ഫാസ്റ്റസ്റ്റും കിട്ടും. അങ്ങനെ ചിലപ്പം ഇത് ലേ ഓവർ ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ പൊതുവേ പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ടൈമും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ടിക്കറ്റ് ചൂസ് ചെയ്യാറ്. പക്ഷേ ഒരു കാര്യം ഞാനിതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്കൈ സ്കാനറിൽ ഇങ്ങനെ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കാൻ മാത്രമേ എടുക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും അതിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടില്ല. ബുക്ക് ചെയ്യുന്നത് ആ എയർലൈനിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പം ഇതിൽ കാണിച്ചത് എയർ അറേബ്യ ആയിരുന്നു ഏറ്റവും കുറവ്. അപ്പോൾ എയർ അറേബ്യയുടെ സൈറ്റ് കയറിയിട്ട് സെയിം നമ്മൾ ടിക്കറ്റ് എടുക്കുക. അതിൽ തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ഡേറ്റ്സ് കൊടുക്കുവാണെങ്കിൽ നമുക്കതിലൊരു ഓപ്ഷൻ വരും. എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് ഇപ്പം നമുക്ക് ഇന്ന പെർട്ടിക്കുലർ ഡേ തന്നെ പോകണ്ട എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു April 7th കൊടുത്തു, April 14th റിട്ടേൺ ആണെങ്കിൽ നമുക്ക് 7th അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഡേറ്റ്സ് എല്ലാം നോക്കാം. ചിലപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇത് നിങ്ങളുടെ സ്ക്രീൻ സ്റ്റക്കായതല്ല, ഞാൻ എഡിറ്റ് ചെയ്തപ്പം ഇത് കട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. ഇപ്പോൾ 7th May 31 kd ആണ് അതിൽ കാണിക്കുന്നത്. ഇപ്പോൾ റിട്ടേൺ 13th May 28 kd. പക്ഷേ എൻ്റെ നെക്സ്റ്റ് ഡേ കണ്ടോ 14th May 45 kd ആണ് ആ ഫ്ലൈറ്റ് ടിക്കറ്റിന് വരുന്നത്. സോ ഇങ്ങനെ നമുക്കൊരു ഓപ്ഷൻസ് നോക്കി നമുക്ക് ലോവസ്റ്റ് പ്രൈസിൽ കിട്ടുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുക. അവർ ഫ്ലൈറ്റ് വാസ് അറ്റ് മോർണിംഗ് 9:30. Terminal 5 എന്നായിരുന്നു ഫ്ലൈറ്റ്. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് തന്നെ ചെക്ക് ഇൻ പ്രോസസ്സ് വളരെ പെട്ടെന്ന് കഴിഞ്ഞു. ഈ ടെർമിനലിൽ കൂടെ ഫ്ലൈ ചെയ്തവർക്കറിയാം ഈ ഒരു എയർപോർട്ട് വളരെ കോമ്പാക്റ്റാണ്. സോ തിരക്കില്ലെങ്കിൽ എല്ലാം വളരെ പെട്ടെന്ന് കഴിയും. സെയിം വൈസ് വേഴ്സ. ടെർമിനൽ 5 കൂടെ നേരത്തെ ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതുവരെ അവിടുത്തെ ലോഞ്ച് യൂസ് ചെയ്തിരുന്നില്ല. ഇപ്രാവശ്യം നമ്മൾ ഒത്തിരി ഏർലി ആയിരുന്നു. നമുക്ക് ലോഞ്ച് ആക്സസും ഫ്രീ ആയതുകൊണ്ടും വി ജസ്റ്റ് ട്രൈഡ്. പക്ഷേ വി വുഡ് റെക്കമെൻഡ് ദിസ്. വളരെ വളരെ ചെറിയൊരു ലോഞ്ചാണ്. വാഷ്റൂംസ് പോലും ലോഞ്ചിൻ്റെ അകത്തല്ല, പുറത്താണുള്ളത്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നമ്മളൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്? പാസ്പോർട്ട് വാലിഡിറ്റി ഷുഡ് ബി 6 months. അതുപോലെ തന്നെ നമ്മുടെ വീസ, ഇപ്പോൾ കുവൈറ്റ് വീസ ആണെങ്കിൽ കുവൈറ്റ് വീസ ഫ്രം ദ ഡേ ഓഫ് എക്സിറ്റ് മുതൽ 3 months വാലിഡ് ആയിരിക്കണം. ഇതാണ് ഒഫീഷ്യൽ ഈജിപ്റ്റ് ഇ വിസയുടെ പോർട്ടൽ. നമ്മൾ ഇ വിസ ഇങ്ങനെ തന്നെയാണ് എടുക്കാൻ ട്രൈ ചെയ്തത് ആദ്യം. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് മാൻഡേറ്ററി ആയിട്ടൊരു ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട്. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രാവൽ ഏജൻറ്റിൻ്റെ ഒരു ഗ്യാരണ്ടി ലെറ്ററാണ്. നമ്മൾ റഷ്യയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ടൂറിസ്റ്റ് വൗച്ചേഴ്സും ഒക്കെ ചോദിക്കുന്നത് പോലെ
ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രാവൽ ഏജൻറ്റിൻ്റെ ഗ്യാരണ്ടി ലെറ്റർ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ് യൂസ് ചെയ്തത്. നമുക്ക് iOS-ലും ആൻഡ്രോയിഡിലെല്ലാം കിട്ടും ഈ ആപ്പ്. അല്ലെങ്കിൽ ഓൺലൈൻ അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ മതി. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവർ ആദ്യം ഫുൾ എമൗണ്ട് എടുക്കത്തില്ല. ആദ്യം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പിന്നെ വിസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഫുൾ എമൗണ്ട് കൊടുത്താൽ മതി. നമുക്ക് വിത്തിൻ 48 hours തന്നെയാണ് നമുക്ക് വിസ കിട്ടിയത്. പക്ഷേ നോർമൽ ചാർജ് $25 ആണെങ്കിൽ ഇവരുടെ ചാർജ് കൂടുതലായിരിക്കും. പക്ഷേ ഹാസിൽ ഫ്രീ ആയിട്ട് നമുക്ക് വിസ കിട്ടും. ഈജിപ്റ്റ് വിസ ഓൺ അറൈവലും ഇന്ത്യൻസിന് കിട്ടും. പക്ഷേ അവിടെ റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് വായിച്ചതുകൊണ്ട് റിസ്ക് എടുത്തില്ല. സോ നമ്മൾ അറ്റ്ലസ് ആപ്പിൽ തന്നെ മുന്നോട്ട് പോയി. ഈ ആപ്പിൽ തന്നെ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ കമ്പനിയിൽ പോയാലും അവർ വിസ എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈജിപ്തിൽ കൈറോ എന്ന് പറഞ്ഞ സിറ്റി മാത്രമാണ് പോകുന്നത് ഇപ്രാവശ്യം. ലക്സറിലൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ്സും അത്രയും കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് കൈറോയിലേക്ക് മാത്രം ചുരുക്കി. പക്ഷേ നമ്മൾ സ്റ്റേ 2 സ്ഥലത്താക്കി എടുത്തു. ഒന്ന് ഗിസയുടെ അടുത്തും പിരമിഡ്സിൻ്റെ അടുത്തുമായിട്ട് എടുത്തു. പിന്നെ വന്നിട്ട് ഡൗൺ ടൗൺ കൈറോയിലും കൂടെ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. എപ്പോഴും നിങ്ങൾ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുമ്പോൾ സിറ്റി സെൻറ്ററിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി അട്രാക്ഷൻസ് നമുക്ക് അടുത്ത് തന്നെ ഉണ്ടാവും. അതിനെ പറ്റിയിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ ഞാൻ വിസേനെയും പാസ്പോർട്ട് വാലിഡിറ്റിനെയും പറ്റി പറഞ്ഞിട്ടുള്ളൂ. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ട്രാവൽ ഇൻഷുറൻസ് ഉറപ്പായിട്ടും വേണം. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും, നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ റിട്ടേൺ ടിക്കറ്റും കൂടെ ഉള്ള ഓപ്ഷൻ വേണം എടുക്കാൻ. പിന്നെ ഇമിഗ്രേഷനിൽ എത്ര രൂപ ക്യാരി ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചിലവരോട്. ഒന്നെങ്കിൽ അത് ഈജിപ്ഷ്യൻ പൗണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡോളേഴ്സ് ആയിട്ട് തന്നെ കയ്യിൽ കുറച്ച് അവിടെ സബ്മിറ്റ് ചെയ്യാൻ കാണിക്കാൻ ക്യാരി ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ നമുക്ക് എയറോ ബ്രിഡ്ജ് ബോർഡിംഗ് ആയിരുന്നില്ല. ഇഫ് ഇൻ കേസ് എയറോ ബ്രിഡ്ജ് ബോർഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോഡ്ലർ ആണെങ്കിൽ പോലും നമുക്ക് പ്രയോറിറ്റി ബോർഡിംഗ് കിട്ടാറുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ബോർഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യമേ ഫ്ലൈറ്റ് കയറി പിന്നെ ഒരു ടാക്സി എല്ലാം കഴിഞ്ഞ് ടേക്ക് ഓഫ് ആവുന്ന ഒരു സമയം വരെ ആകുമ്പോഴത്തേക്കും പിള്ളേർ ബോറടിച്ച് തുടങ്ങും. അപ്പം ഇച്ചിരി ലേറ്റായിട്ട് ബോർഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് ഇമിഗ്രേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സ്ലിപ്പ് തരും. അതിൽ ഫാമിലി നെയിം ഉണ്ടാവണം, ഫോർ നെയിം, ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, പാസ്പോർട്ട് നമ്പർ ആൻഡ് ടൈപ്പ് ഓർഡിനറി ആണോ ഡിപ്ലോമാറ്റിക് ആണോ അങ്ങനെ. പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ഈജിപ്തിലെ അഡ്രസ്സ്, ഹോട്ടൽ അഡ്രസ്സ് ആണെങ്കിൽ ഹോട്ടലും ഹോട്ടൽ നെയിമും കൊടുക്കാം. പേർപ്പസ് ഓഫ് അറൈവലും കൂടെ എഴുതി നമുക്ക് ഇമിഗ്രേഷനിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ലിപ്സാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാറ്, ഗ്രൂപ്പായിട്ടല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 4 പേരുണ്ടെങ്കിൽ നമ്മൾ 4 സ്ലിപ്സ് തന്നെ സബ്മിറ്റ് ചെയ്യണം.
ഇമിഗ്രേഷനിലെ പ്രോസസ്സൊക്കെ വളരെ സ്മൂത്ത്ലി ആണ് കഴിഞ്ഞത്. ക്യൂ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ നല്ലോണം ഓർഗനൈസ് ചെയ്തിട്ട് പെട്ടെന്ന് ക്യൂ മാറുന്നുണ്ടായിരുന്നു. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത്. ബാഗ്സും കുഴപ്പമില്ലാത്ത സമയത്ത് പെട്ടെന്ന് എത്തി. നമുക്ക് പെട്ടെന്ന് ഒരു എന്താ കൈറോയിൽ എത്തിയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ സൗണ്ടാണ്. അത് ഞാൻ ഇനിയുള്ള ക്ലിപ്സിൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇടാം. സോ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ തന്നെ ചെക്ക് ചെയ്യുക അവർക്ക് എയർപോർട്ട് പിക്കപ്പ് ഉണ്ടോയെന്ന്. നമ്മൾ ചെയ്ത സൈറ്റിൽ ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ബുക്കിങ്ങിൻ്റെ കൂടെ നമുക്കൊരു ഫ്രീ എയർപോർട്ട് പിക്കപ്പും കൂടെ അവൈലബിൾ ആയിരുന്നു. Welcome to Egypt.